ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാനിപ്പോൾ ആയിരിക്കുന്നത് വിരുദനഗർ എന്ന തമിഴ്നാട് ദേശത്താണ്. ഇവിടെ ആയിരിക്കുന്ന ഒരു സഭയിലെ ദൈവദാസനും കുടുംബവും ദൈവമക്കളും ചേർന്ന് വളരെ നല്ലൊരു പ്രവൃത്തി ചെയ്തു വരുന്നത് ശ്രദ്ധിച്ചു. ഒരാഴ്ച തോറും ഇവിടെ കടന്നു വന്ന് ഇവിടെ മാനസികമായി തളർന്നിരിക്കുന്ന, സ്വന്തം പ്രാഥമിക കാര്യങ്ങൾ പോലും അവർക്ക് ചെയ്യുവാൻ കഴിയാത്ത 2 പേരുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ഇവർ ചെയ്തു കൊടുക്കുകയാണ്. ആഴ്ചതോറും വന്ന് അവരെ കുളിപ്പിച്ച് അവരുടെ വസ്ത്രം മാറി അവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്ത് അങ്ങനെ ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രത്തോളം ദയനീയമായ ഒരവസ്ഥയാണ് അവരുടെ വീടും പരിസരവും അവരുടെ അവസ്ഥകളും. ഇതാണ് അവരായിരിക്കുന്ന സ്ഥലം. വളരെ വൃത്തിഹീനമായിരിക്കുകയാണ്. അവർ താമസിക്കുന്ന മുറിയും മറ്റ് സൗകര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇവിടെ ഒരു റൂമൊന്ന് അവർക്ക് അത്യാവശ്യം താമസിക്കാനുള്ള ഒരു മുറി കെട്ടിക്കൊടുക്കാനാണ് ദൈവദാസനും സഭയും ആഗ്രഹിക്കുന്നത്. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ട്. അവർക്കൊരു മഴയത്ത് നനയാത്ത, അത്യാവശ്യം പൊടിയല്ലാത്തൊരു നല്ല സ്ഥലത്ത് കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ അനേകർ കാണുന്നുണ്ടെന്നറിയാം. ജാതി മത ഭേദമൊന്നും ഇല്ലാതെ എല്ലാവർക്കും സഹായിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ്. നിങ്ങൾ തീർച്ചയായും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം പെരുമാറാകട്ടെ. നന്ദരട്ടിയാപ്പട്ടി എന്ന ഗ്രാമത്തിലാണ് നിന്നുകൊണ്ട് ഞങ്ങൾ ഈ കാര്യം ചെയ്യുന്നു. ഞങ്ങളിവിടെ ജീവവലി സഭ ചർച്ച് എന്ന പേരിൽ ഞങ്ങൾ ദൈവവേലയുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്നു. അതിൽ ഞാനാണ് പാസ്റ്റർ. ഈ നിൽക്കുന്ന വ്യക്തികൾ ഞങ്ങളുടെ സഭയിലെ വിശ്വാസികളാണ്. ഞങ്ങൾ സുവിശേഷ വേലയുമായിട്ട് ഇവയിൽ വരുമ്പോൾ ഇവിടെ കണ്ടതായിരിക്കുന്ന കാഴ്ചപ്പാട് ഒരുപാട് ബുദ്ധിമുട്ടി കിടക്കുന്ന 2 വ്യക്തികളെ കാണുവാൻ ഞങ്ങൾക്ക് ഇടയായി. അവരെ കണ്ടയച്ചിട്ട് അവർക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യുവാനും ഞങ്ങൾക്ക് മനസ്സുവന്ന് അങ്ങനെ സഹായം ചെയ്തു. അവർക്ക് തുണി മാറ്റിയിടുകയും കുളിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വന്നപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കാണുമ്പോൾ മനസ്സിൽ തോന്നി, അവരുടെ വീട് കിടക്കുന്ന അവസ്ഥ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ആ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കാൻ ഒരേ വഴിയുള്ളൂ. അവർക്ക് അത്യാവശ്യമായി കയറി കിടക്കാനുള്ള ഒരു കിടപ്പടം ആവശ്യമാണ്. ആ കിടപ്പടം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് പങ്കാളിത്താകുവാനും സഹായിക്കുവാൻ ഉള്ള നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് കോൺടാക്റ്റ് ചെയ്യാം.
ഇല്ലെങ്കിൽ സഞ്ജു ബ്രദറോട് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ അതിനകത്ത് കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ചെയ്യാൻ പറ്റും, നിങ്ങൾ സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായി ഇവർക്ക് ഒരു കയറി കിടക്കാനുള്ള ഒരു കിടപ്പടമുണ്ടാകും. അവരുടെ അവസ്ഥ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ആയ വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സുള്ളവരൊക്കെ ഈ കാര്യം ചെയ്യണം. എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മനസ്സ് കാണിക്കും. അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്നാലും ഈ കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവർക്ക് വേണ്ടി തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം.